ഹരിയാനക്കാരനായിരുന്ന 28 വയസ്സുള്ള മഹേഷ് കുമാർ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള നാഷണൽ മാപ്പിംഗ് ഏജൻസിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഇയാൾക്ക് ഡൽഹി ഓഫീസിലായിരുന്നു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ ഫാമിലി ഡൽഹിയിലായിരുന്നു ഉണ്ടായിരുന്നത്. RK പുരത്ത് സെക്ടർ 1 ഒരു വാടക വീട് എടുത്തിട്ടായിരുന്നു ഇവർ താമസിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആളുടെ വിവാഹമൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്കൊരു കുട്ടിയും ഉണ്ടായിരുന്നു. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 28, 2023 ഏകദേശം ഉച്ച 12 മണിയൊക്കെ ആവുന്ന സമയത്ത് ആൾക്കൊരു കോള് വരികയാണ്. അപ്പോൾ ആ കോള് കഴിഞ്ഞതിന് ശേഷം ആൾ ധൃതിയിൽ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ ചേട്ടത്തിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ വരും, ഉച്ചക്ക് ഫുഡ് എന്തായാലും കരുതിക്കോളാൻ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ആൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അവർ ഫുഡൊക്കെ കരുതി 1:30 വരെ ഇയാളെ വെയിറ്റ് ചെയ്തിരുന്നു. എന്നാൽ ആളെത്തിയില്ല. 2 മണി വരെ ആളെ വെയിറ്റ് ചെയ്തിരുന്നു. എന്നാൽ ആ സമയമായിട്ടും മഹേഷ് കുമാർ എത്തിയില്ല. അപ്പോൾ റിലേറ്റീവ്സ് ആളുടെ ഫോണിലോട്ട് കോൺടാക്ട് ചെയ്ത് നോക്കുകയാണ്. എന്നാൽ ഫോൺ ആ സമയത്ത് സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ ഇവർ വിചാരിച്ചു എന്തെങ്കിലും വർക്കിനായിട്ട് ഇറങ്ങിയതായിരിക്കും, ആ ഒരു സമയത്ത് എന്താ പറയുക ഫോൺ ഓഫ് ആയിട്ടുണ്ടാവും, അതുകൊണ്ട് ആൾ ബോധർ ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ള രീതിയിൽ അവർ കരുതുകയാണ്. അതങ്ങനെ അവർ വിട്ടു. ഏകദേശം ഈവനിങ് ടൈമായി. എന്നാൽ ആ ഒരു സമയമായിട്ടും ആൾ തിരിച്ചെത്തിയില്ല. അതേപോലെ തന്നെ ആളുടെ ഫോൺ ഓൺ ആയുമില്ല. അപ്പോഴും വീട്ടുകാർ ചിന്തിച്ചത് ഓഫീസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബിസി ആയിട്ടുള്ള വർക്കിലായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്താ പറയുക ഫോൺ ഓഫ് ആയിട്ടും ആൾ അറിയാതിരിക്കുന്നത്, എന്തായാലും രാത്രി എത്തുമെന്ന് വിചാരിച്ചു. എന്നാൽ രാത്രിയായിട്ടും ഈ ഒരു മഹേഷ് എത്തിയില്ല. അപ്പോൾ വീട്ടുകാരാകപ്പാടെ പാനിക് ആവുകയാണ്. ആൾക്കായിട്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അതായത് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അവർ തപ്പി. എന്നിട്ട് ആളെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ആളുടെ കൊളീഗ്സിനെ എന്താ പറയുക വിളിച്ചന്വേഷിച്ചു, ഫ്രണ്ട്സിനെ വിളിച്ചന്വേഷിച്ചു, വേറെ പോകാൻ സാധ്യതയുള്ള റിലേറ്റീവ്സിനൊക്കെ വിളിച്ചന്വേഷിക്കുകയാണ്. എന്നാൽ ആരും തന്നെ അന്നത്തെ ദിവസം ആളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായി ഈ ഒരു മഹേഷ് കുമാറിന് എന്തു പറ്റിയെന്ന് അറിയാതെ വീട്ടുകാരും കൂട്ടുകാരും ആകപ്പാടെ ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ വീട്ടുകാരുടെ നമ്പറിലോട്ട് ഒരു കോള് വരുന്നത്. അത് മഹേഷ് കുമാറിൻ്റെ ഫോണിൽ നിന്നായിരുന്നു വന്നത്. അവർ പെട്ടെന്ന് തന്നെ കോൾ എടുത്തിട്ട് ചോദിക്കുകയാണ്, നീ എവിടെയാണ്, എവിടെ പോയി കിടക്കുകയായിരുന്നു, എത്ര ദിവസം വിളിച്ചിട്ട് കിട്ടണില്ല ഇത്ര നേരമായിട്ട്, ആകപ്പാടെ പേടിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അപ്പുറത്തെ തലയിൽ നിന്ന് ആൾ പറഞ്ഞത്, ഹലോ, ഈ ഒരു ഫോൺ എനിക്ക് ഇവിടെ വഴി കിടന്ന് കിട്ടിയതാണ്, ഞാനിപ്പോൾ ഫരീദാബാദ് ഉണ്ട്, നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഫോൺ തരാമെന്നായിരുന്നു അപ്പുറത്തെ തലക്ക് എന്നുള്ള ആൾ പറഞ്ഞത്. ഈ ഫോൺ കിട്ടിയ ആൾ നോക്കിയപ്പോൾ അതിൽ ഹോം എന്ന് പറഞ്ഞൊരു കോണ്ടാക്ട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലോട്ടാണ് ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കേട്ടപ്പോൾ ഈ ഒരു മഹേഷ് കുമാറിൻ്റെ ചേട്ടന് ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്. കാരണം ഈ RK പുരം തന്നെയുള്ള അപ്പുറത്തെ സെക്ടറായിട്ടുള്ള സെക്ടർ 2 പോകണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇയാൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഫോൺ കിട്ടിയേക്കുന്നത് ഫരീദാബാദിൽ നിന്നാണ്. അതായത് അവിടെ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററിലേറെ ദൂരമുണ്ട്. അപ്പോൾ എന്തിനാണ് ആൾ നുണ പറഞ്ഞ് അങ്ങോട്ട് പോയത്? മഹേഷിന് എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളോ ഉണ്ടോ? അതുപോലെ തന്നെ മഹേഷ് എവിടെ? ആൾക്ക് എന്തൊക്കെയോ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഈ ചേട്ടന് തോന്നുകയാണ്. അപ്പോൾ ആൾ നേരെ തന്നെ RK പുരം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അന്ന് മഹേഷ് കുമാർ എങ്ങോട്ടാണ് പോയത്? എന്താണ് ആൾക്ക് സംഭവിച്ചത്? പോലീസുകാർ ആളെ കണ്ടെത്തിയോ? 2023 ഡൽഹിയെ തന്നെ നടുക്കിയ ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസുകാർ കേസ് എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ്. പോലീസുകാർ നോക്കുമ്പോൾ ഇയാളെ കാണാതാകുന്നതിന് മുൻപ് ഇയാൾ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റാറ്റസിൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 60 ലക്ഷത്തിന് മേലാൾക്ക് കടമുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക ഏതാ ചെയ്യാന്ന് അറിയാത്തൊരു സിറ്റുവേഷനാണ്. അതേപോലെ ഒരു ഷോക്കായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആയിരുന്നു ആൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ആളെ കാണാതാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇയാൾക്ക് ഇത്ര കടം വന്നതെന്നുള്ളത് ഇയാളുടെ വീട്ടുകാരുടെ അടുത്ത് പോലീസുകാർ ചോദിക്കുകയാണ്. അപ്പോൾ അവർക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ സാമ്പത്തികമായിട്ട് കൊടുക്കൽ വാങ്ങലുകളോ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ചില കാര്യങ്ങൾ പോലീസിന് മനസ്സിലാവുകയാണ്. ആള് ചില ഫ്രണ്ട്സിൻ്റെ നിന്നും റിലേറ്റീവ്സിൻ്റെ അടുത്തു നിന്നും ഗവൺമെൻറ് ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 9 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ആളുടെ ഒരു ഫ്രണ്ടായിട്ടുള്ള അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെയായിരുന്നു ആൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വീട്ടുകാർ പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അപ്പോൾ ഈ ഒരു അനീഷിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പോലീസുകാരെങ്ങനെ ഈ ഒരു അനീഷ് ആരാണെന്ന് ചോദിച്ചപ്പോൾ സെയിം ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനായിരുന്നു ഈ അനീഷ്. അങ്ങനെ പോലീസുകാർ അനീഷിനെ കോൺടാക്ട് ചെയ്യാണ്. അപ്പോൾ ആൾ പറഞ്ഞു, അന്നത്തെ ദിവസം ഈ മഹേഷിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടു, കുറച്ച് നേരം സംസാരിച്ചു, പിന്നെ എന്തോ തിരക്കുണ്ട്, ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് അവിടെ നിന്ന് ഇറങ്ങി, പിന്നെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതായിരുന്നു ഈ ഒരു അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോലീസുകാർ അടുത്തതായിട്ട് അന്വേഷിച്ചത് ഫരീദാബാദിൽ ഇയാൾക്ക് വല്ല എന്താ പറയുക ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പരിപാടിയോ ഉണ്ടോ എന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിൽ ഫരീദാബാദും ഇയാളെയും കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. സോ ആളുടെ ഫോൺ എങ്ങനെ അവിടെ എത്തിയെന്നുള്ളതായി അടുത്തതായിട്ടുള്ള പോലീസിൻ്റെ ചോദ്യം.
പിന്നെ പോലീസുകാർ നോക്കുമ്പോൾ സെക്ടർ 2-ൽ വെച്ചിട്ട് ഈ മഹേഷിൻ്റെ ഫോൺ ഓഫ് ആയതിന് ശേഷം പിന്നെ ഓൺ ആകുന്നത് ഫരീദാബാദിലാണ്. അപ്പോൾ ഇതിനിടയിൽ എന്തിനാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു എന്നുള്ളതും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് പോലീസിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ പോലീസ് എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഈ ഒരു അനീഷിന് ഇതിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ളൊരു കാര്യം തോന്നുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇയാൾക്ക് ഇതേപോലെ തന്നെ പൈസ വാങ്ങിച്ചിങ്ങായിട്ട് ഗവൺമെൻറ് ജോലിയിൽ ആൾക്കാരെ കയറ്റി കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് പോലീസിന് മനസ്സിലായി. അതേപോലെ തന്നെ ഒരു അനീഷിനെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതും പോലീസിന് മനസ്സിലാവുകയാണ്. അപ്പോൾ എന്തൊക്കെയോ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാകുന്ന ഒരു സാഹചര്യമായിരുന്നു അത്. അടുത്തതായിട്ട് പോലീസുകാർ അനീഷിൻ്റെ ഫോൺ സിഗ്നലും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത സമയത്ത് ഗുവാണ എന്ന് പറയുന്ന ഹരിയാനയിലുള്ള ആളുടെ വില്ലേജിലായിരുന്നു ആളുടെ ഫോൺ ഉണ്ടായിരുന്നത്. അതായത് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്തൊക്കെ തന്നെ. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിലും ഏകദേശം ഒരു 2-3-4 ദിവസങ്ങൾക്ക് മുൻപ് അനീഷ് മെഡിക്കൽ ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആളുടെ നാട്ടിലായിരുന്നു. അപ്പോൾ പോലീസിന് വീണ്ടും വേറൊരു സംശയമായി. ഓക്കെ, നാട്ടിൽ പോയി, നാട്ടിൽ സിഗ്നൽ കാണിക്കുന്നു ആളുടെ ഫോണിൻ്റെ, എന്നാൽ ഈ അനീഷിനെ കാണാനായിട്ട് സെക്ടർ 2 വരെ മാത്രമേ ഈ സെക്ടർ 1-ൽ നിന്ന് ഈ മഹേഷ് പോയിട്ടുള്ളൂ. അപ്പോൾ ഇയാൾ അവിടെ നിന്ന് എങ്ങനെ ഇയാളെ കോണ്ടാക്ട് ചെയ്തു, അതേപോലെ തന്നെ എന്തിനാൾ ഫോൺ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം ചിന്തകൾ പോലീസിൻ്റെ ഉള്ളിൽ വരികയാണ്. അങ്ങനെ വിശദമായിട്ട് ഈ ഒരു അനീഷിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ പോലീസുകാർ തീരുമാനിക്കുകയാണ്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് അനീഷിനെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആൾക്ക് പോലീസിൻ്റെ മുന്നിൽ അധിക നേരം പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. നടന്ന എല്ലാ കാര്യങ്ങളും ആൾ പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു അനീഷും അതേപോലെ തന്നെ മഹേഷും ഒരേ ഓഫീസിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവർ പരിചയപ്പെട്ട് ഇവർ നല്ല സുഹൃത്തുക്കളാവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഈ അനീഷ് കുറച്ച് കാര്യങ്ങൾ മഹേഷിൻ്റെ അടുത്ത് പറയുന്നത്. അതായത് തനിക്ക് നല്ല പൊളിറ്റീഷ്യൻസിനായിട്ടും അതേപോലെ തന്നെ ഗവൺമെൻറ്റിൽ തന്നെ വലിയ നിലയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് പൈസ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ജോലിയിൽ ആളുകളെ കയറ്റി കൊടുക്കാനായിട്ട് പറ്റും. നിൻ്റെ പരിചയത്തിൽ വല്ല റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കയറ്റി കൊടുക്കാമെന്നുള്ളൊരു കാര്യം ഈ ഒരു അനീഷ് മഹേഷിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഈ മഹേഷ് ഈ കാര്യം വിശ്വസിച്ചു. എന്നിട്ട് ആളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും അതേപോലെ തന്നെ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഫണ്ട് വാങ്ങിയിട്ട് ഈ ഒരു അനീഷിന് കൊടുക്കുകയായിരുന്നു. ഏകദേശം 9 ലക്ഷം രൂപ 3 പേരുടെ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അനീഷിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ അനീഷിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക, പൊളിറ്റീഷ്യൻസിനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ടോ ഒന്നും ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ആളെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറ്റിയുണ്ടായിരുന്നില്ല. ഈ പൈസ അടിക്കുക എന്നുള്ളതായിരുന്നു ആളുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരേ ഓഫീസിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഡെയിലി കാണുന്ന ആളുകളാണ്. അയാൾ പൈസയുടെ കാര്യവും അതേപോലെ തന്നെ ജോലിയുടെ കാര്യമൊക്കെ ഇങ്ങനെ ചോദിച്ചു തുടങ്ങുകയാണ്. ഇത്രത്തോളമൊക്കെ ആയപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താൻ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും, ഇല്ലാന്നുണ്ടെങ്കിൽ താൻ പെടും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പ്ലാൻ ചെയ്ത് ആളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം എന്നുള്ള ഒരു ഐഡിയയിലോട്ട് ഈ ഒരു അനീഷ് പോവുകയാണ്. അങ്ങനെ ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിൻ്റെയും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇയാൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാണ്. അതായത് ഈ ഒരു മഹേഷിനെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 9 ലക്ഷം രൂപയും കിട്ടും, അതേപോലെ തന്നെ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ തന്നെ പോലീസ് പിടിക്കരുത്, തൻ്റെ മേലോട്ട് ഒന്നും വരരുത്, അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടായിരിക്കണം ഈ ഒരു മർഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയായിരുന്നു. അങ്ങനെ പ്ലാൻ പ്രകാരം ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിൻ്റെ 5 ദിവസം മുൻപ് ആൾ മെഡിക്കൽ ലീവിന് അപ്ലൈ ചെയ്യുകയായിരുന്നു. ആൾക്ക് ലീവും കിട്ടി. ആൾ നേരെ നാട്ടിലോട്ട് പോവുകയും ചെയ്തു. എന്നിട്ട് ആൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ ഫോൺ ഉണ്ടല്ലോ ആളുടെ ഫ്രണ്ട്സിനോട് എന്നിട്ട് പറഞ്ഞു, ഞാൻ മെഡിക്കൽ ലീവ് എന്ന് പറഞ്ഞിട്ടാണ് ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് ഇങ്ങോട്ട് വന്നത്. എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പോൾ എന്തെങ്കിലും കോളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു, ആൾക്ക് വയ്യ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾ ഫോൺ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ കൊടുക്കുന്നത്. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഫോൺ വാങ്ങിക്കോളാന്ന് പറഞ്ഞിട്ട് ആൾ വേറൊരു ഫ്രണ്ടിൻ്റെ ബൈക്കും കടം വാങ്ങിയിട്ടായിരുന്നു അവിടെ നിന്ന് പോയത്. ഇതെന്തിനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കൃത്യം നടക്കുന്ന സമയത്ത് ആളുടെ സിഗ്നൽ നാട്ടിൽ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാർ സ്വാഭാവികമായിട്ടും ആൾ നാട്ടിലാണെന്ന് വിചാരിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടായിരുന്നു ആൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആദ്യം അനീഷ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് കൊട്ടേഷൻകാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ മഹേഷിനെ വകവരുത്താന്നുള്ളതായിരുന്നു. എന്നാൽ പിന്നീട് ഇയാൾ കൂടുതൽ ആലോചിച്ചപ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഈ കൊട്ടേഷൻ ടീമിലത്തെ ആരെയെങ്കിലും പിടികൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ തിരിഞ്ഞ് തൻ്റെ തലയുടെ മേലോട്ട് തന്നെ വരും എന്നുള്ള കാര്യം ആൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇത് സ്വന്തം കൈകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ആൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ ബോഡി ഡിസ്പോസ് ചെയ്യണമല്ലോ, ബോഡി പെട്ടെന്നുകൊണ്ട് ഡിസ്പോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നുള്ളതായി അടുത്ത ആളുടെ നോട്ടം. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ആൾക്ക് മറ്റൊരു കാര്യം ക്ലിക്കാവുന്നത്. ഇവരുടെ ഓഫീസിൽ തന്നെയുള്ള ഒരാൾ
അവിടെ സെക്ടർ 2 ഒരു വീട് വാടക എടുത്തിട്ടുണ്ടായിരുന്നു. ആളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു വീട്ടിലൊന്നും ഉണ്ടാവില്ല. ഭൂരിഭാഗം ടൈമും ആ ഒരു വീട് അടഞ്ഞു തന്നെ കിടക്കുകയായിരിക്കും. അപ്പോൾ ഈ അനീഷ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊളീഗിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ആ വീട് പൂട്ടി കിടക്കല്ലേ, ഞാനിവിടെ വാടക വീടും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് വാടക ഷെയർ ചെയ്യാം, ജസ്റ്റ് ആ ഒരു വീട്ടിൽ ഞാനും എപ്പോഴും ഉണ്ടാവില്ല, എന്നാൽ ഉള്ള ടൈമിൽ ഞാൻ അവിടെ ചെന്ന് നിന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു കൊളീഗും ഓക്കെ പറയാണ്. അപ്പോൾ വീട് നോക്കുന്നതിന് വേണ്ടിയിട്ട് കീ വാങ്ങാണ്. അങ്ങനെ ആ ഒരു കീയും വാങ്ങിയിട്ട് ആള് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കീയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു. അതേപോലെ തന്നെ ഡോറൊക്കെ തുറന്നു, വീടിൻ്റെ അകത്തൊക്കെ കയറി പരിസരങ്ങളെല്ലാം തന്നെ വീക്ഷിച്ചു. അപ്പോൾ ആൾക്ക് പറ്റിയ കറക്റ്റ് സ്പോട്ടാണെന്ന് ആൾക്ക് മനസ്സിലാവുകയാണ്. കാരണം ആ ഒരു വീടിൻ്റെ ബാക്കിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഇത്തിരി കാട് പിടിച്ചൊരു സ്ഥലം പോലെ ആയിരുന്നു, ചെറിയൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ആളെ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ടുപിടിക്കില്ല എന്നുള്ളൊരു തോട്ടായിരുന്നു ആൾക്കുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ബോഡി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഹൗസ് ഓണറുടെ പേരിലായിരിക്കുമല്ലോ ആദ്യം കേസ് വരിക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആൾ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടായത്. പിന്നെ ആൾക്ക് വേറൊരു കാര്യം അറിയായിരുന്നു. അതായത് മർഡർ നടന്നു എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലീസുകാർ കാര്യക്ഷമമായിട്ട് തന്നെ കേസ് അന്വേഷിക്കും. എന്നാൽ ഒരു മിസ്സിംഗ് കേസ് ആണെന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം കാര്യക്ഷമമായിട്ട് അന്വേഷിക്കാനുള്ളൊരു സാധ്യതയില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരാളെ കാണാതാവാന്നുണ്ടെങ്കിലും അന്വേഷിക്കും. അല്ലാതെ കുറേ ഫണ്ട് അവിടെ നിന്നൊക്കെ വാങ്ങിയിട്ട് ഒരാൾ മിസ്സിംഗ് ആവാന്നുണ്ടെങ്കിൽ ഇത്രയും ഫണ്ട് അടിച്ചിട്ട് ആൾ മുങ്ങി എന്നുള്ള ഒരു രീതിയിലായിരിക്കും പോലീസുകാർ അന്വേഷിക്കുക. അപ്പോൾ കുറച്ചാളൊക്കെ തപ്പും, പിന്നെ അതിങ്ങനെ ഫെയ്ഡായി പോകും. അല്ലാതെ അയാളെ ആരെങ്കിലും കൊലപ്പെടുത്തി എന്നുള്ള രീതിയിൽ പോലീസുകാർ ചിന്തിക്കില്ല എന്നുള്ളൊരു തോട്ടായിരുന്നു ഈ ഒരു അനീഷിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആള് ഈ ഒരു മഹേഷിന്റെ വാട്സപ്പിൽ ലക്ഷങ്ങളുടെ കടങ്ങളുടെ കണക്കും മറ്റുമൊക്കെ എഴുതി തള്ളി വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രത്തോളമൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലീസ് ആ ഒരു ആംഗിളിൽ കേസ് അന്വേഷിച്ച് പോലോ എന്നുള്ളൊരു കരുതലിലായിരുന്നു ആള് ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം തന്നെ ചെയ്തത്. അങ്ങനെ പ്ലാൻ ചെയ്ത ദിവസം വന്നെത്തി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുഹൃത്തിൻ്റെ ഒരു ബൈക്ക് കൊടുത്തിട്ടായിരുന്നു ആൾ അവിടെ നിന്ന് വണ്ടി ഓടിച്ച് ആ സെക്ടർ 2 വീട്ടിലോട്ട് എത്തിയത്. അവിടെ എത്തി തൻ്റെ കയ്യിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് ഡോറൊക്കെ തുറന്നു. അതിനുശേഷം എന്താ പറയുക, വേറെ ആരുടെയോ ഫോണിൽ നിന്ന് ഇയാളെ വിളിച്ച് അങ്ങോട്ട് വരുത്താണ്. അപ്പോൾ ആളവിടെ എത്തി. അവർ തമ്മിൽ ഈ ജോലിയുടെയും മറ്റും കാര്യങ്ങളെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ഒരു അനീഷ് ആളുടെ ലാപ്ടോപ്പ് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ആർക്കൊക്കെയാണ് ജോലി വേണ്ടത്, അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം ആ ഒരു ഫോം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോമിൽ ഫില്ല് ചെയ്ത് വെക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂവ് ചെയ്യേണ്ട സ്ഥലത്ത് മൂവ് ചെയ്യാം. അപ്പോൾ അവർക്ക് ജോലിയുടെ കാര്യത്തിൽ ഏകദേശമൊക്കെ ഒരു തീരുമാനമാകും, കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇയാൾ ഈ ലാപ്പൊക്കെ തുറന്നു വെച്ച് തൻ്റെ റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കോൺടാക്ട്സും ഡീറ്റെയിൽസും കാര്യങ്ങളും ആ ഒരു ഫോമിൽ ഉള്ള എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഫുൾ കോൺസെൻട്രേഷനിൽ അതിലായിപ്പോയി. ഇയാൾ സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സുഹൃത്ത് വിളിച്ച് നമ്മളങ്ങോട്ട് പോയി ഒരു ഫോം ഫില്ല് ചെയ്യാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺസെൻട്രേഷൻ മുഴുവൻ അതിലായിരിക്കുമല്ലോ. അങ്ങനെ തന്നെയായിരുന്നു ഇയാൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു അനീഷ് ആ സമയത്ത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഓൾറെഡി അവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു ഇരുമ്പിൻ്റെ റോഡ് ഉണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് വന്നിട്ട് ഇയാളെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ആൾ ഓൾറെഡി കരുതി വെച്ചിരുന്ന ഒരു പ്ലാസ്റ്റിക് ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ബോഡി അതിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്യുകയായിരുന്നു. എന്നിട്ട് ആരും അറിയാതെ വീടിൻ്റെ ബാക്കിൽ ഒരു കുഴി തോണ്ടി ആ ഒരു മൃതദേഹം കുഴിച്ചിടുകയും ചെയ്തു. അതിനുശേഷം ആൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ എന്ന് പറയുന്ന ഒരു പയ്യനെ വിളിച്ചു. എന്നിട്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോം അടിക്കണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആളവിടെ നിന്നിട്ട് ആ പയ്യനെ കൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലാറ്റ്ഫോം അടിപ്പിക്കുകയാണ് 12,000 രൂപ ചിലവാക്കിക്കൊണ്ട്. അതിനിടയിൽ ആൾ വാട്സാപ്പിൽ ലക്ഷങ്ങളുടെ കടങ്ങളുടെ കണക്കുകളും മറ്റൊക്കെ എഴുതിയിട്ടു. പിന്നെ ആളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ കൊറിയർ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് ആ ഫോൺ ആളവിടെ നിന്ന് കൊറിയർ ചെയ്യായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഫരീദാബാദിലോട്ട്. അവിടെ ആളുടെ ബ്രദർ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ബ്രദറിനാണ് ആ ഒരു ഫോൺ കൊറിയർ ചെയ്തത്. എന്നിട്ട് ബ്രദറിനെ വിളിച്ചു പറഞ്ഞു, ഈ ഫോൺ ഞാൻ നിങ്ങൾക്ക് തരുന്നത് നീ അവിടെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോ, കൂടുതലായിട്ട് എന്നോടൊന്നും ചോദിക്കാൻ വേണ്ട, ഒന്നും പറയാൻ വേണ്ട. ബ്രദർ കേട്ട പാതി കേൾക്കാത്ത പാതി ആ ഒരു ഫോൺ എടുത്ത് കയറ്റി അവിടെ ഉപേക്ഷിച്ച് കളഞ്ഞു. അതിന് ശേഷമാണ് ആർക്കോ ആ ഒരു ഫോൺ കിട്ടുന്നതും ആൾ ആ ഒരു ഫോൺ ഓൺ ആക്കിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഹോം എന്ന് പറഞ്ഞ കോൺടാക്റ്റിലോട്ട് വിളിക്കുന്നതും ഞാൻ മുൻപ് പറഞ്ഞ സംഭവങ്ങളെല്ലാം നടക്കുന്നതും. അവിടെ നിന്ന് അനീഷ് ഒന്നും സംഭവിക്കാത്തതുപോലെ തിരിച്ച് നാട്ടിലോട്ട് എത്തുകയും ചെയ്തു. എന്നാൽ ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ ഇയാളെ പിടികൂടുക തന്നെയായിരുന്നു സംഭവിച്ചത്. അപ്പോൾ അതിനൊക്കെ ഒരു കാരണമായിരുന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മഹേഷ് ഉണ്ടല്ലോ, ആള് എല്ലാ കാര്യങ്ങളും ആളുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും അതേപോലെ തന്നെ സ്വന്തം വീട്ടുകാരുടെ അടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് താൻ ഫണ്ട് വാങ്ങിയിട്ട് കൊടുക്കുന്നത് അനീഷിനാണെന്നും ഈ അനീഷാണ് ജോലി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുള്ളതെന്നും അതേപോലെ തന്നെ അന്നത്തെ ദിവസം, അതായത് ഇയാൾ മിസ്സിങ് ആവുന്ന ദിവസം കറക്റ്റായിട്ട് ഇയാൾ സെക്ടർ 2 പോകുന്നത്, അനീഷിനെ മീറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും ആളുടെ ഫാമിലിനായിട്ടും അതേപോലെ തന്നെ ഈ പൈസ വാങ്ങിയിരുന്ന ആളുകളൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഈ പോലീസിന് പെട്ടെന്നോട്ട് അനീഷിലോട്ട് എത്താനായിട്ട് സാധിച്ചു. അനീഷ് വിചാരിച്ചിരുന്നത് ഈ കാര്യങ്ങളൊന്നും ഇയാൾ പുറത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല, അയാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ടൈമിൽ എങ്ങോട്ട് പോകണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെയായിരുന്നു ആൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കറക്റ്റായിട്ട് പോലീസുകാർക്ക് വീട്ടുകാർ പറഞ്ഞു കൊടുത്തു അനീഷിനെ കാണാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അനീഷിൻ്റെ കയ്യിൽ നിന്ന് ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പൈസ ഒക്കെ വാങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞപ്പോൾ പോലീസിന് സ്വാഭാവികമായിട്ടും ഈ ഒരു അനീഷിനെ സംശയം തോന്നിയിട്ടാണ് ആളെ പിടികൂടിയതും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നതും. എന്നാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റും കൂടെ പുറത്തു വരുന്നത്. പോലീസുകാർ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു 9 ലക്ഷത്തിന് വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ തൻ്റെ കൊളീഗിനെ കൊല്ലു. ഇവർക്കിടയിൽ വേറെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നുള്ളൊരു തോട്ട് പോലീസിന് ഉണ്ടാവുകയാണ്. ആ ഒരു ആംഗിളിലൂടെ പോലീസുകാർ നല്ല രീതിയിൽ ഈ ഒരു അനീഷിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് ബാക്കിയുള്ള ചില കാര്യങ്ങളൂടെ പുറത്തു വരുന്നത്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും വർക്ക് ചെയ്തിരുന്ന ഓഫീസിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിനെ അനീഷിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാൽ ആ പെൺകുട്ടിക്ക് തിരിച്ചിങ്ങോട്ടുണ്ടായിരുന്നില്ല. ഒരു 1 സൈഡഡ് ലവ് ആയിരുന്നു അത്. പിന്നെ ഈ ഒരു പെൺകുട്ടിയുടെയും മഹേഷിൻ്റെയും കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ നല്ല ക്ലോസ് ആയിരുന്നു, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അതേപോലെ തന്നെ ഇവർ ഇടക്കിടക്ക് സംസാരിക്കുന്നതും അതേപോലെ ചായ കുടിക്കുന്നതും ഇതെല്ലാം ഈ ഒരു അനീഷ് കാണുന്നുണ്ട്. അപ്പോൾ ആൾക്ക് വല്ലാത്ത രീതിയിൽ എന്താ പറയുക, പ്രാന്ത് പിടിക്കുകയാണ്. അനീഷ് നോക്കുന്ന ടൈമിൽ മഹേഷ് ഓൾറെഡി കല്യാണം കഴിച്ചു, കുട്ടിയുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ പെൺകുട്ടീനെയും കൂടെ വളക്കാൻ നോക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെയായിരുന്നു ആൾക്ക് തോന്നിയത്. എന്നാൽ ഇവർ തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇയാളെ ഇല്ലാതാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആ പെൺകുട്ടിയെ തനിക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളൊരു തോട്ടും ഇയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ വെറുതെ പോയി കൊന്നു കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ എന്തായാലും പെടുമെന്നുള്ളത് ഇയാൾ മനസ്സിലാക്കുകയാണ്. അപ്പോഴാണ് ഇയാൾക്ക് ഒരു ഐഡിയ തോന്നുന്നത്. കുറച്ച് കാശൊക്കെ പറ്റിച്ച് ഇയാൾ മുങ്ങിയെന്നുള്ളൊരു രീതിയിൽ ഒരു സ്കെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു മിസ്സിങ് കേസ് ആയിട്ട് പോവും, ഇയാളുടെ ശല്യം ഉണ്ടാവുകയില്ല, എനിക്ക് എൻ്റെ പെണ്ണിനെയും കിട്ടും. അങ്ങനെയാണ് ഈ ഗവൺമെൻറ് ജോലിയുടെ കഥയൊക്കെ ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ ഇയാളുടെ ഫ്രണ്ട്സിൻ്റെന്നും അതേപോലെ തന്നെ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഇയാൾ ത്രൂ ഫണ്ട് വാങ്ങുന്നതും. അപ്പോൾ പ്ലാൻ പ്രകാരമൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇയാളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ പൈസയും കയ്യിലിരിക്കും. ഇതായിരുന്നു ഈ ഒരു അനീഷിൻ്റെ പ്ലാൻ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളമൊക്കെ ചിന്തിച്ച് അത്രത്തോളമൊക്കെ കഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിരുന്നു ഇയാൾ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മേർഡർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു കൃത്യം നടന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അനീഷിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാളാണെന്നുണ്ടെങ്കിൽ ജയിലിലുമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി ആയിട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.